US-ഇറാൻ ചർച്ച. വിവിധ വിദേശകാര്യ മന്ത്രിമാരുമായി സയ്യിദ് ബദർ ചർച്ച നടത്തി. ഒമാനി കുന്തിരിക്കം കയറ്റുമതിയിൽ വൻ വർധന. ഇന്ത്യൻ സ്കൂൾ സീബ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. സൊഹാറിയൻസ് കല ലാമോദ സീസൺ 2 പോസ്റ്റർ പ്രകാശനം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മേഖലയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി ഫോണിലൂടെ ചർച്ച നടത്തി. പ്രധാനമായും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിലെ പുരോഗതിയും നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങളുമാണ് ചർച്ചാ വിഷയമായത്. സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലാത്തി എന്നിവരുമായി അദ്ദേഹം സംസാരിച്ചു. കൂടാതെ കനേഡിയൻ വിദേശകാര്യമന്ത്രി, ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി, നെതർലാൻഡ്സ് വിദേശകാര്യമന്ത്രി, യുക്രൈൻ വിദേശകാര്യമന്ത്രി എന്നിവരുമായും സയ്യിദ് ബദർ ആശയവിനിമയം നടത്തി. മേഖലയിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നയതന്ത്ര നീക്കങ്ങൾ മന്ത്രിമാർ വിലയിരുത്തി. US-ഇറാൻ ചർച്ചകളിൽ ഒരു സുപ്രധാന തീരുമാനം രൂപപ്പെടേണ്ടതിന്റെ ആവശ്യകതയും അതുവഴി ആഗോള വിതരണ ശൃംഖലയെയും സമുദ്ര ഗതാഗതത്തെയും ബാധിക്കാത്ത തരത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചയിൽ പരാമർശമുണ്ടായി. സമാധാനം നിലനിർത്തുന്നതിനും സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള തുടർച്ചയായ നയതന്ത്ര ഏകോപനവും സംഭാഷണങ്ങളും അനിവാര്യമാണെന്ന് ചർച്ചകൾ ഊന്നി പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ആഗോളതലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള ഒമാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ചർച്ചകൾ നടന്നത്. ഒമാന്റെ തനതായ സാംസ്കാരിക പൈതൃക ഉൽപ്പന്നമായ കുന്തിരിക്കത്തിന്റെ കയറ്റുമതിയിൽ ഗണ്യമായ മുന്നേറ്റം. 2025 ഒമാന്റെ കുന്തിരിക്കം കയറ്റുമതി 4,71,400 ഒമാനി റിയാലിലെത്തിയതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഒമാനി കുന്തിരിക്കം ഏറ്റവും കൂടുതൽ വാങ്ങിയത് സൗദി അറേബ്യയാണ്. 1,50,900 റിയാലാണ് സൗദിയിലേക്കുള്ള കുന്തിരിക്ക കയറ്റുമതി മൂല്യം. പിന്നാലെ സൊമാലിയ, UAE എന്നീ രാജ്യങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചു. ഒമാനി കുന്തിരിക്കത്തിന് അടുത്തിടെ ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടനയുടെ ഭൗമസൂചിക പദവി ഔദ്യോഗികമായി ലഭിച്ചിരുന്നു. ഗൾഫ് മേഖലയിൽ ഈ പദവി ലഭിക്കുന്ന ആദ്യത്തെ കുന്തിരിക്ക ഉൽപ്പന്നമാണിത്. ലിസ്ബൺ കരാറിൽ ഉൾപ്പെട്ട 50-ലധികം രാജ്യങ്ങളിൽ ഇനി ഒമാനി കുന്തിരിക്കത്തിന് പ്രത്യേക നിയമ പരിരക്ഷ ലഭിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ, പെർഫ്യൂമുകൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ലോകമെമ്പാടും ഒമാനി കുന്തിരിക്കത്തിന് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യൻ സ്കൂൾ അൽ സീബിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. ശനിയാഴ്ച വൈകിട്ട് 6-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഉപസ്ഥാനപതി തവിഷി ബഹാൽ പാണ്ഡെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഗായക സംഘം ആലപിച്ച ഒമാന്റെയും ഇന്ത്യയുടെയും ദേശീയ ഗാനങ്ങളോടെ പരിപാടി ആരംഭിച്ചു. ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കൗദർ ബിൻ ഖലീഫ ബിൻ കമാസ് അൽ സുലൈമാനി, ധരംസി ഗ്രൂപ്പ് MD അശ്വിൻ ധരംസി എന്നിവർ വിശിഷ്ടാതിഥികളായി. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സയ്യിദ് സൽമാൻ അധ്യക്ഷത വഹിച്ചു. ബോർഡ് വൈസ് ചെയർമാൻ ഹർഷേന്ദു ഷാ, ബോർഡിൽ സീബ് സ്കൂളിന്റെ പ്രത്യേക ചുമതല നിർവഹിക്കുന്ന ഡയറക്ടർമാരായ സമീർ PTK, ദാമോദർ R കട്ടി എന്നിവർ ആശംസ അർപ്പിച്ചു. ഡയറക്ടർ ബോർഡിൽ നിന്നുള്ള മറ്റു വിശിഷ്ട അംഗങ്ങൾ, ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പൽമാർ, വൈസ് പ്രിൻസിപ്പൽമാർ എന്നിവരും പങ്കെടുത്തു. സൊഹാറിയൻസ് കലയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച സുഹാർ അമീറാസ് പാലസ് ഹാളിൽ അരങ്ങേറുന്ന ലാമോദ സീസൺ 2ന്റെ ജനറൽ ബോഡി രൂപീകരണവും പോസ്റ്റർ പ്രകാശനവും നടന്നു. സുഹാർ മലബാർ പാരീസ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലയിലുള്ള നിരവധി പേർ പങ്കെടുത്തു. ശ്രീജേഷ് പാട്യം അധ്യക്ഷത വഹിച്ചു. ബാത്തിന സൗഹൃദവേദി സംഘാടകൻ തമ്പാൻ തളിപ്പറമ്പ്, സുഹാർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് അധ്യാപകൻ റോയ് P വീട്ടിലിന് പോസ്റ്റർ നൽകി പ്രകാശനം നിർവഹിച്ചു. കരോക്കെ ഗാനമേള, വിവിധ വിഭാഗങ്ങളിലായി ഫാഷൻ ഷോ, എക്സ്റ്റംബർ കോറിയോഗ്രഫി മത്സരങ്ങൾ എന്നിവ അരങ്ങേറും. രാവിലെ 11-ന് പരിപാടി ആരംഭിക്കും. രാത്രി 7-ന് പ്രശസ്ത ഹാർമോണിസ്റ്റും സിനിമാ സംഗീത സംവിധായകനുമായ പ്രകാശ് ഉള്ളേരി, സാംസൺ സാൽവ എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.